إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا قولوا قولا سديدا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമങ്ങളും വിധിവിലക്കുകളുമെല്ലാം സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ സവിസ്തരം പറയപ്പെട്ട, പ്രതിപാദിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ, ഇളയ കുട്ടി, സഹോദരന്മാരുടെ അസൂയ കാരണം ചതിയിൽപ്പെട്ട് വർഷങ്ങളോളം യാക്കൂബ് നബി അലൈഹിസ്സലാമിന് പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെടുകയാണ്. എത്രയോ വർഷങ്ങളായി മകന്റെ അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ യാതൊരു വിവരവും ആ ഉപ്പാക്ക് കിട്ടുന്നില്ല. ആ ഒരു മാനസികാവസ്ഥയിൽ കഴിയുമ്പോൾ പോലും യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്ക് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം മറ്റുള്ളവരോട് പറയുകയാണ്, അത്രയേറെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ട് മാനസികമായ വല്ലാത്തൊരു പ്രയാസത്തിൽ കഴിയുമ്പോൾ പോലും അദ്ദേഹം പറയുന്നു, വലാ തൈഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. സൂറത്ത് യൂസുഫിലെ ആയത്താണ്. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, നിരാശ അടയേണ്ടതില്ല.
ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കുഫറുള്ള നിഷേധികളായ അവിശ്വാസികളായ ആളുകൾ മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുകയുള്ളൂ എന്ന്. ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിൽക്കുമ്പോഴാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഇങ്ങനൊരു വാക്ക് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പോ നമുക്ക് ചുറ്റും നിരാശപ്പെടുത്തുന്ന നമ്മളെ മാനസികമായ സമ്മർദ്ദത്തിലേക്കൊക്കെ തള്ളിവിടുന്ന ഒരു സാഹചര്യം, അന്തരീക്ഷമുണ്ട്. ഒരു ഭാഗത്ത് നിന്നിടത്തു നിന്ന് വീണ്ടും യുദ്ധത്തിന്റെ തീരാത്ത പ്രശ്നങ്ങളും മറ്റുമൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജോലികൾ നഷ്ടപ്പെടുന്നു, സാമ്പത്തികമായ പ്രതിസന്ധികൾ തുടങ്ങി വച്ച സംരംഭങ്ങളിൽ കടന്നു വരുന്നു. ഒപ്പം വീട്ടിൽ പലർക്കും രോഗങ്ങൾ വരുന്നു, കുടുംബത്തില് മറ്റ് പ്രയാസങ്ങള്, മക്കളെ നാട്ടിലേക്ക് അയച്ച് അവരുടെ ഭാവിയെ പറ്റിയുള്ള ആകുലതകള്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ്, സമ്മർദ്ദങ്ങൾക്കിടയിലാണ്, അതിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ ഈമാൻ ഉള്ളവനും ഈമാൻ ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് റജ ആണ്, പ്രതീക്ഷയാണ്. ഒരു വിശ്വാസിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവന്റെ റബ്ബിലാണ്. അവന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കൂട്ടിക്കഴച്ച് അതിൽ നിന്ന് പരിഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ അത് നടക്കണമെന്നില്ല. അപ്പോൾ അള്ളാഹുവിലാണ് പൂർണ്ണ പ്രതീക്ഷ. അതാണ് ഒരു മുഅ്മിനും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് എത്ര വലിയ പരീക്ഷണങ്ങൾ ഒന്നിനു മീതെ ഒന്നായി വന്നാലും ഒരു ഈമാനുള്ളവന്റെ മനസ്സൊരിക്കലും തകർന്നു പോവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ ഒരല്പം വൈകിയേക്കാമെങ്കിൽ പോലും അത് തനിക്ക് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം ഒരു മുഅ്മിൻ ഉണ്ടാകണം എന്ന് തന്നെയാണ് നബി പഠിപ്പിച്ചത്. മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുർആനിൽ ഒരു മുഅ്മിന് പ്രതീക്ഷ നൽകുന്ന കുറേ ആയത്തുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു വചനം ഉണ്ട്. അതേതാ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയോട് അല്ലാഹു പറയുന്നു, ഖുൽ നബിയെ അങ്ങ് പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫൂ, ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും വൻ പാപങ്ങളും മ്ലേച്ഛവൃത്തികളും ചെയ്തു പോയ ആളുകൾ, അത് ചെയ്ത് ഒരുപാട് അതിരുവിട്ടുപോയ ആളുകൾ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അവരൊന്നും നിരാശപ്പെടേണ്ടതില്ല. റബ്ബാര ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് റബ്ബ്. ഈ ഒരു ആയത്ത് ഒരാൾ കേട്ടാൽ പിന്നെ അവനൊരു സംശയം ഉണ്ടാവില്ല, എന്റെ പാപം അല്ലാഹ് പുറത്തരൂ, ഞാൻ ഇത്രയും കാലം ഒരു തെറ്റ് ചെയ്തതല്ലേ, ഞാൻ ഇത്രയും കാലം ഇത്ര വലിയൊരു പാപം ചെയ്തതല്ലേ എന്നൊരിക്കലും ഒരു മനുഷ്യനും സംശയം ഉണ്ടാകാത്ത വിധം അള്ളാഹു പറഞ്ഞു വെച്ചു. ഒരു പാപം അല്ലാഹ് ബാക്കി വെക്കൂല, മനസ്സ് തുറന്ന് അള്ളാഹുവിലേക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കാണാം, വഅലം അന്ന നസ്റ മഅസ് സബ്ർ, അള്ളാന്റെ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷമ വേണം. ക്ഷമയില്ലാതെ ഒരിക്കലും റബ്ബിന്റെ നസ്ർ ലഭിക്കുകയില്ല. വഅന്നൽ ഫറജ മഅൽ കർബ്, തീർച്ചയായും വിപത്തുകളും പ്രതിസന്ധികളും വരുമ്പോ അള്ളാഹു അതിന്റെ കൂടെ ഒരു ആശ്വാസം നിങ്ങൾക്ക് തരും. വഅന്ന മഅൽ ഉസ്രി യുസ്ര, പ്രയാസത്തിന്റെ കൂടെ അള്ളാഹു നിങ്ങൾക്കൊരു എളുപ്പവും തരും എന്നുള്ളതാണ്. ഇത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വലിയ പ്രയാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടല്ല നമുക്കൊരു എളുപ്പം തരും എന്നല്ല അല്ല പറഞ്ഞത്. മറിച്ച് ഒരു പ്രയാസ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ സമയത്തും അല്ല എന്ത് ചെയ്യും, അള്ളാന്റെ ഒരു സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതല്ലാതെ പ്രയാസം കഴിഞ്ഞിട്ട് അല്ല സഹായിക്കും എന്നുള്ളതല്ല. അതിൽ പോലും ആ പ്രയാസ ഘട്ടത്തിൽ പോലും ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സഹായം
അള്ളാഹുവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. വിശ്വാസിയുടെ എല്ലാ അവസ്ഥയും നന്മയായി പരിഗണിക്കും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. കാരണം അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ഘട്ടങ്ങളും അവന് ഖൈറായിട്ടേ പരിഗണിക്കൂ. അത് ദാരിദ്ര്യമാവട്ടെ, സമ്പന്നതയാവട്ടെ, നഷ്ടങ്ങളാവട്ടെ, നേട്ടങ്ങളാവട്ടെ, പ്രിയപ്പെട്ടവരുടെ മരണമാവട്ടെ, ഒരു കുഞ്ഞിനെ പുതുതായി ലഭിക്കുന്നതാവട്ടെ, എല്ലാം. കാരണം ഒരവസ്ഥയിൽ അവൻ ശുക്ർ കാണിക്കും, മറ്റൊരവസ്ഥയിൽ അവൻ സബ്ർ കാണിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് പ്രതീക്ഷയുടെ വലിയ പാഠങ്ങൾ നൽകുന്ന ഒന്നാണ് പ്രവാചകന്മാരുടെ ജീവിതം എന്ന് പറയുന്നത്. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ അവസാനമാണ് അള്ളാഹു പറഞ്ഞത്, നിന്റെ കൂടെയുള്ള ആളുകളായിട്ട് ഈ കപ്പലിൽ കയറിക്കോ എന്ന്. 950 വർഷക്കാലം കഴിഞ്ഞാണ് അള്ളാഹുവിന്റെ ഒരു സഹായം നൂഹ് നബി അലൈഹിസ്സലാമിന് ലഭിക്കുന്നത്. വാർദ്ധക്യത്തിനൊടുവിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു മക്കളെ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നത്. മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ യുവാക്കളുടെ രൂപത്തിൽ കടന്നു വരുന്നു. അവര് പറയുന്നു, ഇബ്രാഹിം, നിനക്കൊരു കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, എനിക്കോ, ഈ വാർദ്ധക്യത്തിലോ എന്ന് അദ്ദേഹം ഒന്ന് ചോദിച്ചു. അപ്പോ ആ മലക്കുകൾ പറയുന്നു, ഖാലൂ ബശർനാക ബിൽ ഹഖ് ഫലാ തകും മിനൽ ഖാനിതീൻ. ഖാലൂ, അവര് പറഞ്ഞു, ഇബ്രാഹിം, ഒരു തമാശക്കുള്ള സന്തോഷ വാർത്തയല്ല, ഇത് ഹക്കാണ്, ഹക്കായിട്ട് പറയാണ്, നീ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാ, ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ. വഴികേടിൽപ്പെട്ടവരല്ലാതെ ആരാണ് അള്ളാന്റെ റഹ്മത്തിൽ നിരാശപ്പെടുക? അതുകൊണ്ട് എനിക്കൊരു നിരാശയില്ല. അപ്പൊ ആ വയോവാർദ്ധക്യത്തിലാണ് അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിനെ കൊടുക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പ്രതീക്ഷ ഏതുമില്ലാത്ത പല ഘട്ടങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയി. സഹോദരങ്ങളുടെ അസൂയ കാരണം അദ്ദേഹം പല പ്രയാസങ്ങളും അനുഭവിച്ചു. അദ്ദേഹത്തെ ഒരു കിണറ്റിൽ കൊണ്ടുപോയി സഹോദരങ്ങൾ ഇട്ടു. ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുമെന്ന ഒരു പ്രതീക്ഷയും അദ്ദേഹത്തിനില്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ഒരു യാത്രാസംഘം അവിചാരിതമായി അവിടുന്ന് എടുത്ത് ഈജിപ്തിലെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. ഒരടിമയായാൽ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ലാത്തൊരു ഘട്ടം അതും കഴിഞ്ഞു. പിന്നീട് താൻ അടിമയായി എത്തപ്പെട്ട വീട്ടിൽ ആ മന്ത്രിയുടെ ഭാര്യ തന്നെ വ്യഭിചാരാരോപണമുയർത്തി ജയിലിലടച്ചു. ഒരു വലിയ നാടിന്റെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാള് അയാളുടെ ഭാര്യയെ അപമാനപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കുറ്റം ചാർത്തി ജയിലിലടക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും അവിടുന്ന് പുറത്ത് കടക്കാം എന്ന ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലും പ്രതീക്ഷയില്ലാത്തിടത്ത് നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിണറ്, പിന്നെ അടിമച്ചന്ത, പിന്നെ ജയില്, അവിടുന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് ആ നാടിന്റെ ഭരണസാരഥ്യം അള്ളാഹു കൊടുക്കുന്നത്. ആ നാടിന്റെ മന്ത്രിയായി ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നോക്കിയാൽ ജീവിതത്തിലെ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടലും വിശ്വാസികൾക്കൊരു പ്രതീക്ഷയാണ്. വിശ്വാസികൾ അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സൗർ എന്ന ഗുഹയിലിരിക്കുന്ന സമയത്ത്, ഹിജറ പോകുന്ന വേളയിൽ ആ ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അവരുടെ കാലടികൾ കാണുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിങ്ങനെ വിങ്ങുന്നുണ്ട്, പിടയുന്നുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കേണ്ടതില്ല അബൂബക്കർ, അള്ളാഹു ഉണ്ട് നമ്മുടെ കൂടെ എന്ന്. ഇങ്ങനെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും എല്ലാം നഷ്ടപ്പെട്ടു എന്നിടത്ത് നിന്ന് തിരിച്ചു വരാനുള്ള വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പേ കടന്നുപോയ പ്രവാചകന്മാരുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനെ പറ്റിയുള്ള നല്ല പ്രതീക്ഷയോടുകൂടി ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന ഇൻദ വന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ പറ്റി എന്തൊരു ധാരണയാണോ വിചാരമാണോ വെച്ച് പുലർത്തുന്നത്, ആ സമീപനമായിരിക്കും ഞാൻ അവനോട് സ്വീകരിക്കുക. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർത്താൽ ഞാൻ അവനെ ഓർത്തിരിക്കും. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ എന്നെ ഓർത്താൽ അവന്റെ കാര്യം ഞാനും ഓർക്കും. അതായത് അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോ വഇൻ ദക്കർതനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു മജ്ലിസിൽ ഇരിക്കുമ്പോ ആ മജ്ലിസിൽ വെച്ചാണ് എന്നെ പറ്റിയുള്ള നല്ല വിചാരവും ചിന്തയും വാക്കുകളും അവനിൽ നിന്ന് വരുന്നത് എങ്കിൽ അതിനേക്കാൾ ഉത്തമമായ ഒരു സംഘത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാനും അവരെ ഓർക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, പല പരീക്ഷണങ്ങളിലും പ്രതിസന്ധിയിലും നാം അകപ്പെടുന്നുണ്ടാകാം. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ആ കിണർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അവസാനമായിരുന്നില്ല. യൂനുസ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ആ തിമിംഗലത്തിന്റെ വയറെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അവസാനമായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാർദ്ധക്യം എന്ന് പറയുന്നത് നിരാശയുടെ ഒരു കാലഘട്ടമായിരുന്നില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രബോധനം ചെയ്ത 950 വർഷം എന്നത് അതിന്റെ പര്യവസാനം ഒരു നിരാശയുടേതായിരുന്നില്ല. അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്യന്തികമായി അവരുടെ പ്രതീക്ഷകളെ പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മനോഹരമായ ഒരു പ്രാർത്ഥനയുടെ ആരംഭം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി, എന്റെ കാര്യങ്ങളുടെ നെടുന്തൂണായ എന്റെ ദീനിനെ നീ നന്നാക്കി തരണമേ. വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി, എന്റെ മഈശത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന എന്റെ ദുനിയാവിനെ നീ എനിക്ക് ഏറ്റവും നന്നാക്കി തരണമേ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതും റജാഇന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ പൂർണ്ണമായ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും റബ്ബിനെ പറ്റി ഹുസ്നുൽ ദന്ന, നല്ല വിചാരം വെച്ച് പുലർത്തിക്കൊണ്ടുമായിരിക്കണം നമ്മുടെ ജീവിതവും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും. അങ്ങനെ ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഈമാനോടുള്ള വിടപറച്ചിൽ, വേർപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ആഖിബത്തിനെ അല്ലാഹു ഏറ്റവും നന്നാക്കി പെരുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അല്ലാഹു സ്വീകരിക്കട്ടെ. വീഴ്ചകളെയും അബദ്ധങ്ങളെയും റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരട്ടെ. നാളെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഏറ്റവും അടുത്തവർ വിശ്വാസിനികൾ അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.